ശരിക്കും ആരുടെയാണ് ഈ സർപ്പ ആപ്പ്? സർപ്പ എന്ന് പറഞ്ഞാൽ ആപ്പ് ഒരിക്കലും സംസ്ഥാന സർക്കാരിൻ്റെതല്ല, അല്ല, ഒരു വ്യക്തിയുടേതാണ്. ഓ. ആ വ്യക്തിയുടെ പേര് ജോസ് ലൂയിസ് എന്നാണ്. ഈ ആപ്പിൻ്റെ ആദ്യത്തെ പേര് ഇന്ത്യൻ സ്നേക്ക് .org എന്നാണ് ഇതിൻ്റെ പേര്. ഇവർക്ക് വേണ്ടി മാത്രമാണ് ഇതിന് ഈ ഒരു ആപ്പ് പക്ഷേ ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം ഈ ജോസ് ലൂയിസ് എന്ന് സ്വകാര്യ പറഞ്ഞ വ്യക്തിയാണ്. സ്വകാര്യ വ്യക്തിയുടെ കാര്യം. ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആരോ 1-2 പേര് നന്നായിട്ട് നമ്മുടെ സർക്കാരിനെയും നമ്മുടെ മന്ത്രിയും നമ്മുടെ അധികാരികളെയും പറ്റിച്ചുകൊണ്ടാണ് ഈ ആപ്പിനെ ഇവിടെ വിജയിച്ചു എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചതിന് ശേഷം ഇപ്പോൾ വേറൊരു സീക്രട്ട് കൂടി ഉണ്ട്. സാറിന് അറിയാമോ? ഈ സാധനം കേരളത്തിൽ സമ്പൂർണ്ണ വിജയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സർപ്പ എന്ന് പറഞ്ഞ സാധനത്തിനെ തമിഴ്നാട്ടിലേക്ക് ഡീൽ ചെയ്തിരിക്കുകയാണ് ഇത് വിൽക്കാനായിട്ട്. അത് ശരി. അതെങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സാധനം മറ്റൊരു സംസ്ഥാന ഈ സർക്കാർ അറിയാം, ആ സർക്കാരിനെ ഒരാളിനെങ്ങനെ വിൽക്കാൻ പറ്റും? സർക്കാരിൻ്റെ ഒരു എംബ്ലം ഇതിലുണ്ടെന്ന്, ഒരു എംബ്ലം ഉണ്ട് ഇതിൽ. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ഞാൻ ചോദിക്കും, അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിയുടെ പേരിലിരിക്കുന്ന ഒരു ആപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു എംബ്ലം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? എനിക്കറിയില്ല. ഇങ്ങനൊരു സാധനമേ ഇല്ല. അതുമാത്രമല്ല, ഇത് ഒരു തട്ടിപ്പ് സംവിധാനമാണെന്നാണ് എനിക്ക്